ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ധാരാളം ഗാഡ്ജറ്റുകൾ പരിചയപ്പെടാറുണ്ട്. ഇതെല്ലാം തന്നെ സ്വല്പം വില കൂടിയ ഗാഡ്ജറ്റുകളാണ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യം വന്നേക്കാവുന്ന, വളരെ ഉപകാരപ്രദമായേക്കാവുന്ന 1000 രൂപയിൽ താഴെ വില വരുന്ന ചില ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ഡിവൈസുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആദ്യം പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് ഈ ഒരു ക്യാമറയാണ്. കണ്ടാൽ ക്യാമറയാണെന്നൊന്നും തോന്നില്ല അല്ലേ? പക്ഷേ ഇതൊരു ക്യാമറയാണ്. ബോർസ്കോപ്പ്, എൻഡോസ്കോപ്പ് എന്നൊക്കെ പേരിൽ നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ ഇത്തരം ക്യാമറകൾ ഏകദേശം ഒരു 800 രൂപ 1000 രൂപയ്ക്ക് ഉള്ളിൽ വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അത്തരം ഒരു ക്യാമറയാണ്. കണ്ടു കഴിഞ്ഞാൽ വയർ പോലെ ഇരിക്കുന്ന ഒരു ക്യാമറ. ഇതിൻ്റെ അറ്റത്തായിട്ട് LED ലൈറ്റ് ഉണ്ട്. നമുക്കിത് മൊബൈൽ, അതായത് OTG സപ്പോർട്ടുള്ള മൊബൈലിൽ കണക്ട് ചെയ്തുകൊണ്ട് ക്യാമറഫൈ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ ഇതിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ കാണുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ശരിക്കും എന്തെങ്കിലും വിവരം ചോർത്തൽ ഒന്നുമല്ല. ഇത് അത്ര ഹൈ ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയുമല്ല. നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഉൾഭാഗത്ത് എന്തെങ്കിലും ഒരു തകരാർ രാത്രി ഉണ്ടായി, ഇരുട്ടായ ഒരു സമയം, അങ്ങനെ ഒരു സമയത്ത് ഇതിനുള്ളിലേക്ക് നമ്മുടെ മൊബൈലിൻ്റെ ലൈറ്റ് അടിച്ച് നോക്കിയാൽ പോലും ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇത്തരമൊരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ക്യാമറയുടെ ഈ അറ്റത്തുള്ളത് മൈക്രോ USB ആണ്. ഇതുപോലത്തെ C ടൈപ്പും കിട്ടും. നമുക്കിത് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാം. ഒരു കൺട്രോളർ ഉണ്ട്. നോക്കുക, ഇത് ഞാനിവിടെ ക്യാമറഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് USB ക്യാമറകൾ ഉണ്ട് എങ്കിൽ ക്യാമറഫൈ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിയും. ഇവിടെ ഒരു കൺട്രോളർ ഉണ്ട്. അത് ഈ ക്യാമറയുടെ അറ്റത്തുള്ള LED ലൈറ്റ് നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രകാശം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കാം, ഞാൻ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതനുസരിച്ച് തന്നെ ഇതിൻ്റെ വിഷ്വലുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ക്യാമറ നമുക്ക് ഇതുപോലെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തേക്ക് നോക്കുക. ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. നമുക്ക് ഇതിൻ്റെ ഈ എൻജിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ചിലപ്പോൾ പാർട്സിൻ്റെ നമ്പറുകളൊക്കെ വെച്ചിട്ടുണ്ടാകും. ഇതൊന്നും നമുക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ കണ്ണൊന്നും അതിൽ എത്തിയില്ല, അവിടെ വായിക്കാനും പറ്റില്ല. പക്ഷേ ഇത് നോക്കിയേ, ഇതുപോലെ നമുക്ക് ക്യാമറ കൊണ്ടു തന്ന് ഇത്രയും വലുതായിട്ട് വരെ നമുക്കത് വായിക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ പാർട്സുകളുടെ അടുത്താണെങ്കിൽ പാർട്സുകളുടെ എടുത്തുകൊണ്ട് പോകാം. ആ പാർട്സുകളുടെ ഇതൊക്കെ നല്ല വലുതായിട്ടായിരിക്കും കാണിക്കുക. നമുക്ക് തൊട്ടടുത്ത് വരെയും കൊണ്ടുപോയിട്ട് സൂം ചെയ്ത്, അതിൽ ഓൾറെഡി സൂംഡാണ്, അല്ലാണ്ട് എക്സ്ട്രാ സൂമിങ് ഇല്ല. പക്ഷേ അങ്ങനെ ആ സൂം ചെയ്ത് പാർട്സിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഡിവൈസായിട്ട് ഇത് തോന്നുക, പ്രത്യേകിച്ചും രാത്രികാല സന്ദർഭങ്ങളിലൊക്കെ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മിനി ഡെസ്ക് ടോപ്പ് വാക്യൂം ക്ലീനറാണ്. 2 ബാറ്ററി നമുക്കിതിലിടാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടേബിളിന് മുകളിലുള്ള ചെറിയ ചെറിയ ഡസ്റ്റ് പൊടികളൊക്കെ നമുക്ക്, അതായത് ഓഫീസ് റൂമിലൊക്കെ ഇരിക്കുന്നവർക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ അല്ലെങ്കിൽ അവിടെ ഒരു വേലക്കാരനില്ലാത്ത സമയത്ത് തന്നെ ഈ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇത് പുഷ് ചെയ്ത് തുറക്കാം. ഇതുപോലെ തുറന്ന് നമുക്ക് ഇതിനുള്ളിലുള്ള ഡസ്റ്റ് ക്ലീൻ ചെയ്ത് കളയാം. ഇതിനുള്ളിൽ ഉപയോഗിക്കുന്നത് 2 പെൻ ടോർച്ച് ബാറ്ററികളാണ്. ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് ബാറ്ററികൾ ഉപയോഗിക്കാം. റീചാർജ് ബാറ്ററി ആണെങ്കിൽ റീചാർജ് ബാറ്ററി ഉപയോഗിക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന 1000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഒരു മിനി വാക്യൂം ക്ലീനറാണ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം തിഹു എന്നാണ്. ചൈനക്കാരുടെയാണ് പേര്. നമുക്ക് അങ്ങനെയൊക്കെ തൽക്കാലം ഉച്ചരിക്കാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാഗ്നറ്റിക് USB ചാർജിങ് കേബിളാണ്. സാധാരണ നമ്മൾ നമ്മുടെ മൊബൈലോ മറ്റ് ഡിവൈസുകളോ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജിങ് കേബിളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഇത് ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള 2 ഭാഗങ്ങളാണ്. നോക്കുക, ഈ ഭാഗം നമുക്ക് ഫോണിൻ്റെ പുറകിൽ ചാർജിങ് പോർട്ടിലേക്ക് പ്രസ് ചെയ്ത് കയറ്റി വെക്കാം. ഇനി നമുക്ക് ചാർജിങ് കേബിൾ പവർ അഡാപ്റ്ററിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ കണക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചാർജ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു വയർലെസ് ചാർജിങ് സിസ്റ്റത്തിന് തുല്യമായിട്ട് എന്ന പോലെ നല്ല ഹൈ പവറുള്ള മാഗ്നറ്റാണ്. അതുകൊണ്ട് തന്നെ ചാർജിങ്ങിന് ഒരു വിധത്തിലുള്ള തടസ്സവും അല്ലെങ്കിൽ ആ കേബിൾ തമ്മിൽ കണക്റ്റ് ആവാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കണ്ടോ? ഇവിടെ അടുത്ത് വരുമ്പോഴേക്കും അട്രാക്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. MIയുടെ മിനി വൈഫൈ റിപ്പീറ്ററാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്.
ഇത് ബാംഗ്ലൂരിലാണെങ്കിൽ ഏകദേശം 600 രൂപ വില വരുള്ളൂ. പക്ഷേ ആമസോണിലൊക്കെ ആണെങ്കിൽ 1000, 1200 രൂപയൊക്കെ വില വരുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് ഈ വൈഫൈ റിപ്പീറ്റർ ഒരു പവർ ബാങ്കിലേക്കോ അല്ലെങ്കിൽ ഒരു അഡാപ്റ്ററിലേക്ക്, നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്കെപ്പോഴും പവർ ബാങ്കിൽ ഇത് കണക്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ പവർ ബാങ്കിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം MIയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള ഹോട്ട്സ്പോട്ടോ അല്ലെങ്കിൽ മറ്റു റൂട്ടറിൽ നിന്നും ഉള്ള ആ വൈഫൈ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്താൽ വീണ്ടും ഇതിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക് കൂടി വൈഫൈയുടെ റേഞ്ച് ലഭിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഏരിയയിലേക്ക് വൈഫൈയുടെ കവറേജ് ലഭിക്കും. നമുക്ക് എപ്പോഴും കയ്യിൽ കൊണ്ടുനടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ചെറിയ ഒരു വൈഫൈ റിപ്പീറ്ററാണ് MIയുടെ വൈഫൈ പ്ലസ്. മിനി വൈഫൈ റിപ്പീറ്റർ എന്നൊക്കെ പറയും ഇതിന്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾ ഇനിയും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന ആ ചുവന്ന ലെറ്ററിലൊന്ന് അമർത്തിയിട്ട് അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അടിച്ചിട്ടേക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുമ്പോൾ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു അറിവുമായി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ശർമ്മ.